പ്രതിപക്ഷ ഉപനേതാവ് പദവിയെ ചൊല്ലി CPM CPI ഓണത്തല്. CPIക്ക് എതിരെ ഫേസ്ബുക്ക് കുറിപ്പിൽ ആഞ്ഞടിച്ച് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം CN മോഹനൻ. കീഴ്വഴക്കങ്ങൾ ലംഘിച്ച് ഉപനേതൃ പദവി വേണമെന്നാണ് CPI ആവശ്യപ്പെടുന്നത്. പിണറായി വിജയനെ ഒറ്റത്തിരിഞ്ഞ് ആക്രമിക്കാൻ ഇടതുപക്ഷ ഐക്യം വേണമെങ്കിൽ CPM സഹിച്ചുകൊള്ളണമെന്നാണ് CPIയുടെ നിലപാട് പുറത്തു വന്നിരിക്കുന്നത്. സ്വന്തം നിലയ്ക്ക് 5000 വോട്ട് കിട്ടുന്ന മണ്ഡലം പോലും CPIക്ക് ഉണ്ടോ എന്നും CN മോഹനൻ പരിഹസിച്ചു. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ ഡാനി പോളാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ഡാനി, ഗുഡ് മോർണിംഗ്. ഈ CPI CPM ഒരു ഓണത്തല്ല് പോലെയൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ഡാനി? സാറേ, ഗുഡ് മോർണിംഗ്. ഈ വിഷയത്തിൽ കാരണം ഒരു ഇടവേളയ്ക്ക് ശേഷം CPM CPI ഇപ്പോൾ ഒന്നുകൂടി ഒരു മുറുകുന്നൊരവസ്ഥയിലേക്ക് പോകുന്നു. ഇത്ര കാലം ഒരു ശാന്തതയുണ്ടായിരുന്നെങ്കിൽ അതിനെ മറികടക്കുന്ന രീതിയിലേക്ക് ഇപ്പോൾ പുതിയ തലത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു എന്നതാണ്. അതിന് ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ നേതൃസ്ഥാനം സംബന്ധിയായ കാര്യങ്ങളിലാണ്. ഇതിനെ ചൊല്ലി വന്നിരിക്കുന്ന ഈ തർക്കങ്ങളിലേക്ക് വളരെ നേരിട്ട് തന്നെയാണ് ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും സീനിയർ നേതാവുമായ CN മോഹനൻ, എറണാകുളം ജില്ലാ സെക്രട്ടറി കൂടിയായിരുന്നു, മുൻ ജില്ലാ സെക്രട്ടറി കൂടിയായിരുന്നു അദ്ദേഹം വളരെ നേരിട്ട് ഈ വിഷയത്തിലേക്ക് വന്നിരിക്കുന്നത്. അത് പിണറായി വിജയനൊരു പ്രതിരോധം തീർക്കുക എന്നതിനേക്കാളപ്പുറം CPIയെ ഇതിലൂടെ തന്നെ വളരെ വ്യക്തമായി നേരിട്ട് ആക്രമിക്കുന്ന രീതിയിലേക്ക് ആ ഫേസ്ബുക്ക് പോസ്റ്റ് മാറിയിട്ടുണ്ട് എന്നത് തന്നെയാണ്. അവരെ ഇപ്പോൾ ഈ ഉന്നയിക്കുന്ന വാദങ്ങൾ അത് മുന്നണിയെ വളരെ കണ്ട് ദുർബലപ്പെടുത്തുന്നു. ഈ രീതിയിലേക്ക് പോകുമ്പോൾ തന്നെയും ഇവരുടെ അദ്ദേഹം സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നേരത്തെ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട PM3യെ ചൊല്ലിയായിരുന്നു CPI തർക്കം പറഞ്ഞിരുന്നത്. വലിയ രീതിയിലേക്ക് ആ തർക്കം അവർ ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്തു. അത് മുന്നണിയടക്കം പ്രവർത്തകരടക്കം ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് വളരെ വിപരീത തലത്തിലേക്കെല്ലാം തന്നെ പോകുന്നു. തുടർച്ചയായി വന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പുമല്ല, അസംബ്ലി തെരഞ്ഞെടുപ്പും ഇതിൻ്റെ ഈ വിവാദങ്ങൾക്കൊപ്പം തുടർച്ചയായിട്ടാണ് വന്നത്. അപ്പോൾ ഇതെല്ലാം തന്നെ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്നു. ഈ മുന്നണിയിൽ എന്തൊക്കെയോ പ്രശ്നമുണ്ടാക്കുന്നു എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരാൻ CPIക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു. പിന്നെ അതോടൊപ്പം തന്നെയാണ് CPI അദ്ദേഹം പരിഹസിക്കുന്നത്. 2 ലക്ഷം വോട്ടുള്ള ഒരു മണ്ഡലം എന്ന് വിചാരിക്കുക. അതായത് ഈ രീതിയിലേക്ക് വലിയ മേധാവിത്വം ഇടതുപക്ഷ പാർട്ടികൾക്ക് ഉണ്ട് എങ്കിൽ പോലും അവിടെ തനിച്ച് മത്സരിച്ചാൽ അവിടെ 5000 വോട്ടെങ്കിലും CPIക്ക് നേടാൻ കഴിയുമോ എന്ന് അദ്ദേഹം പരിഹസിച്ച് ചോദിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് കേരളത്തിൽ ഇടതുമുന്നണി രൂപീകരിക്കാൻ വലിയ ത്യാഗം ചെയ്തു എന്ന രീതിയിലെല്ലാമാണ് CPI പറയുന്നത്. അവർ മുഖ്യമന്ത്രി സ്ഥാനം ഉപേക്ഷിച്ചാണ് ഇവിടേക്ക് വരികയും മുന്നണി രൂപപ്പെടുത്തുകയും എല്ലാം തന്നെ ചെയ്തത് എന്നതാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ തന്നെ മനസ്സിലാകും ആർക്കും അതങ്ങനെയല്ല എന്ന് ആർക്കും വ്യക്തമാകുമെന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നു. 79-ൽ സംഭവിച്ച രാഷ്ട്രീയപരമായ കാര്യങ്ങൾ സംബന്ധിയായ കാര്യങ്ങളിൽ അദ്ദേഹം അത് ചൂണ്ടിക്കാണിക്കുന്നു. അന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിലെല്ലാം തന്നെ CPI കോൺഗ്രസ് പാളയത്തിനൊപ്പം നിന്ന് പ്രവർത്തിച്ചവരാണ് എന്നത് അദ്ദേഹം പറയുകയും ചെയ്യുന്നു. അപ്പോൾ ഇത്തരം വാദങ്ങൾ നിരർത്ഥകമാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്നതോടൊപ്പം തന്നെയാണ് അദ്ദേഹം CPIയെ കണക്കറ്റ പരിഹസിക്കുകയും അതോടൊപ്പം തന്നെ ഇപ്പോൾ നടത്തുന്ന ശ്രമങ്ങൾ പിണറായി വിജയനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. PM3യിൽ എന്ത് സംഭവിച്ചു, വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നു. ഇപ്പോൾ മറ്റൊരു വിവാദം ഈ രീതിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതും CPI തന്നെയാണ് എന്നത് അദ്ദേഹം പറയുന്നു. ഇതിൻ്റെ തുടർച്ചയായി ഇനിയിപ്പോൾ മറുവശത്തും നമുക്ക് പ്രതീക്ഷിക്കാം വാദപ്രതിവാദങ്ങളിലേക്ക് നേരിട്ട് കടക്കുകയാണ് CPIയും CPMഉം. കാരണം ഇതൊരു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗത്തിന്റെ ഡാനി പോളാണ് നമുക്കിപ്പോൾ വാർത്തയുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഒരു ഇടവേളയ്ക്ക് ശേഷം ഇപ്പോൾ CPI CPM പോര് വീണ്ടും മൂർക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.